അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അരപ്പിരിലൂസായ നൗഷാദ് മൗലവി പലതും പറയാറുണ്ടെങ്കിലും പലതിനും നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിലും അരപ്പിരിലൂസായത് കൊണ്ട് തന്നെ നാം പറയുന്ന മറുപടിയൊന്നും അവന് കേട്ടാൽ മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ മറുപടിയൊന്നും അവന് പിന്നീട് പറയാൻ കഴിഞ്ഞിട്ടില്ല. അരപ്പിരിലൂസെന്ന് നൗഷാദിനെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അത്ര വേണോ എന്ന് തോന്നിയേക്കാം. തീർച്ചയായും അത് കുറഞ്ഞു പോയോ എന്നാണ് എന്റെ സംശയം. കാരണം നൗഷാദ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവന് ലൂസാണെന്ന്. അത് അരപ്പിരിയാണോ മുക്കാപ്പിരിയാണോ ഒരു പിരിയാണോ എന്നെനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് വളരെ താഴ്ന്ന പടിയിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ നൗഷാദ് ഗുരുവട്ടൂരി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഥവാ സമസ്തയാണ് ഷെയ്ഖ് എന്ന് AP ഉസ്താദിന്റെ മകനും കൂടിയായ AP അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് അവர்கள் പറഞ്ഞത് അല്പം കൂടിപ്പോയോ എന്ന വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പഠിക്കുന്ന കാലത്ത് നന്ദി ദാറുസ്സലാമിന്റെ മുന്നിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോവാറുണ്ടായിരുന്നു. നല്ല വസ്ത്രമാണ് ധരിക്കാറുള്ളത്. ഇസ്തിരിയിട്ട പാന്റും ഇസ്തിരിയിട്ട ഷർട്ടും ഒക്കെ ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകും. ഞാനിപ്പോൾ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നടക്കാറുള്ളത്. ഒരാളൊന്ന് തൊട്ട് കിട്ടിയാൽ മതി അങ്ങോട്ട് 4 തൊടാൻ എന്നൊക്കെ ആവേശമുള്ള കാലമാണ്, രക്തത്തിളപ്പിന്റെ കാലമാണ്. എന്റെ മുഖത്ത് നോക്കിയാണ് ഞാനിപ്പോൾ കൊല്ലുമെന്ന് അദ്ദേഹം പറയുന്നതെന്ന് തോന്നിപ്പോയ ഞാൻ ഉടനെ തന്നെ എന്നാ ധൈര്യമുണ്ടെ കൊല്ലാൻ പാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഏറ്റുമുട്ടാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്താണ് അവിടെ കണ്ടു നിൽക്കുന്ന ആളുകളൊക്കെ കൂടി എന്നെ പിടിച്ചു മാറ്റിയിട്ട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേറെ അസുഖമൊന്നുമില്ലെങ്കിൽ മാറി നിൽക്കൂ, അയാൾ ഒരു മാനസിക രോഗിയാണ്, അയാൾക്ക് സ്വയബുദ്ധിയില്ല, നിങ്ങളല്ലാതെ അയാളോട് പ്രതികരിക്കാൻ പോകുമോ എന്നോട് ചോദിച്ചു. മാത്രവുമല്ല ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു, എങ്കിൽ കൊല്ലാൻ വാടാ എന്ന് ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് അടുത്തപ്പോൾ ആ പറഞ്ഞതിന് യാതൊരു പ്രതികരണവും അദ്ദേഹം നൽകിയിട്ടില്ല. ഇതുകൂടിയായപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു അയാൾക്ക് മാനസിക രോഗമാണ്, അയാൾക്ക് സ്വയം ബുദ്ധിയില്ല എന്ന്. ഇതുപോലെയാണ് നൗഷാദിന്റെ അവസ്ഥ. നൗഷാദിന് നാം എത്ര മറുപടി പറഞ്ഞിട്ടും കാര്യമില്ല, സ്വയം ബുദ്ധി ഇല്ലാത്തവനാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ നൗഷാദിന് മറുപടി പറയാത്തത്. നൗഷാദിന് മറുപടിയുമായി ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടും ഒന്നുപോലും നൗഷാദ് തൊട്ടു നോക്കിയില്ല എന്നുകൂടി കണ്ടപ്പോഴാണ് എനിക്കത് ബോധ്യപ്പെട്ടത്. ഒന്നുകൂടി ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ നൗഷാദിന്റെ PM-ൽ ബന്ധപ്പെട്ടു. നൗഷാദെ, നീ പലരെയും സംവാദത്തിന് വേണ്ടി വെല്ലുവിളിക്കുന്നുണ്ടല്ലോ, ഞാൻ തയ്യാറാണ്, നിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നന്ദിയിൽ വെച്ചുണ്ടായ അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. നൗഷാദ് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എനിക്കൊരു പ്രതികരണവും നൽകിയിട്ടില്ല. അതോടെ എനിക്ക് മനസ്സിലായത് നൗഷാദിന് സ്വയം ബുദ്ധിയില്ല എന്നാണ്. ഇനിയൊരു കാരണം കൂടിയുണ്ട്, അത് ഞാൻ നൗഷാദിന്റെ വീഡിയോ കേൾപ്പിക്കുമ്പോൾ പറയും. ഇരിക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് പോകാം. AP ഉസ്താദിന്റെ മകൻ സമസ്തയാണ് ഷെയ്ഖ് എന്ന് പറഞ്ഞത് കൂടിപ്പോയോ? ഉസ്താദ് അവരുടെ ആ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. ഒന്നുകൂടി കേട്ടു നോക്കൂ. കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇൽമ പഠനമാണ് ഏറ്റവും വലിയ അമല്, ഇൽമ പ്രചരണമാണ്, പിന്നെ സോഷ്യൽ വർക്കാണ്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ ഉലമാന്റെ കീഴിലായിരിക്കണം കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പുറത്താണ് ഒരാളെങ്കിൽ അവർ ത്വരീഖത്തിൽ നിന്ന് പുറത്താണ്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം, അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാകണം. ആ ലീഡർഷിപ്പ് ഏകാംഗ മശായിഖന്മാരുടെ ഒരു കാലമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഖിലാഫത്ത് ഇല്ല, പിന്നെ ഷൂറയാ. അപ്പൊ ഷൂറയിലൂടെ, ഷൂറ മൊത്തമാണ് നമ്മുടെ ഷെയ്ഖ് എന്ന് പറയുന്നത്, സമസ്തയാണ് ഷെയ്ഖ്. അതിൻ്റെ കീഴിലുള്ള വർക്കുകൾ നടത്താൻ വേണ്ടിയാണ് നമുക്ക് കേരള മുസ്ലിം ജമാഅത്ത്
യുവാക്കൾ ഈ സുന്നി യുവജന സംഘം ഏകാംഗ മശായിഖന്മാരുടെ കാലം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സമസ്തയാണ് ഷെയ്ഖ്. സമസ്തയെ അംഗീകരിക്കണം. സമസ്തയിൽ നിന്ന് പുറത്തു പോയാൽ ആത്മീയമായി നമുക്ക് ഉയരാൻ കഴിയില്ല എന്നാണ് ഹക്കീം ഉസ്താദ് പറയുന്നത്. ഈ വീഡിയോ നൗഷാദ് പലപ്പോഴായി ഇടാറുള്ള ഒരു വീഡിയോയാണ്. നമുക്കിതിന് നൗഷാദിന്റെ പ്രതികരണം കേൾക്കാം. നമുക്ക് ആ വാക്കൊന്ന് വിശകലനം ചെയ്യാം. അദ്ദേഹം പറയുന്നത് സമസ്തയാണ് ഷെയ്ഖ്. സമസ്തയാണ് ഷെയ്ഖ്. ഏത് സമസ്ത? മൂപ്പരേതായ സമസ്തയാണ് ഉദ്ദേശിക്കുന്നത്. നൗഷാദ് പറഞ്ഞത് കേട്ടല്ലോ. ഹക്കീം ഉസ്താദ് പറയുന്നത് മൂപ്പരുടെ സമസ്തയെ കുറിച്ചാണ്. സമസ്തയാണ് ഷെയ്ഖ് എന്ന് പറയുന്നത് ആരോടാണ് പറയുന്നത്? ഹക്കീം ഉസ്താദിനെയും ഹക്കീം ഉസ്താദ് അംഗീകരിക്കുന്ന സമസ്തയെയും അംഗീകരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. ബാക്കി പറയട്ടെ. അതിന്റെ പുറത്തുള്ളവരൊക്കെ ആത്മീയതയിൽ നിന്ന് പുറത്താണ്. ഹക്കീം ഉസ്താദ് എന്താണ് പറഞ്ഞത്? സമസ്തയാണ് ഷെയ്ഖ്, അതിന് പുറത്തുള്ളവരൊക്കെ ആത്മീയതയിൽ നിന്ന് പുറത്താണ്. ആരോടാണ് പറയുന്നത്? ആ സമസ്തയെ അംഗീകരിക്കുന്നവരോട്. നിങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോവരുത്. സമസ്തയിൽ നിന്ന് പുറത്തു പോയാൽ നിങ്ങൾ ആത്മീയതക്ക് പുറത്താകും. എന്തുകൊണ്ടാണ് ഹക്കീം ഉസ്താദ് അങ്ങനെ പറയുന്നത്? സമസ്ത എന്ന് പറയുന്നത് ഹക്കീം ഉസ്താദ് അടക്കം ഇഷ്ടപ്പെടുന്ന, ഹക്കീം ഉസ്താദിനെയൊക്കെ ഈ നിലയിലാക്കിയ പൂർവീകന്മാരാൽ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഹക്കീം ഉസ്താദ് അതിനെ വല്ലാതെ ആദരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. എന്റെ പൂർവീകരുണ്ടാക്കിയ ഞാനുള്ള പ്രസ്ഥാനമാണ് മറ്റുള്ളതിനേക്കാളൊക്കെ നല്ലത് എന്ന് ഹക്കീം ഉസ്താദ് അംഗീകരിക്കുന്നു. അത് മറ്റുള്ളവരോട് പറയുന്നു. ഇത് സ്വാഭാവികമാണ്. അല്ലാതെ ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ ആരും നിൽക്കരുതട്ടോ, അതിനേക്കാളും മോശപ്പെട്ടത് ലോകത്തൊന്നുമില്ലട്ടോ എന്നാരെങ്കിലും പറയോ? പറയുമെങ്കിൽ നൗഷാദ് പറയട്ടെ. കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന ഷെയ്ഖ് വളരെ മോശപ്പെട്ടയാളാണ്. ആ ഷെയ്ഖിനെ പിടിച്ചാൽ ആത്മീയമായി വളരുകയില്ല കേട്ടോ. അയാൾ വളരെ മോശാണ്. അയാൾ കാട്ടുകള്ളനാണ്. നിങ്ങള് വൈലത്തൂർ തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞത് കേട്ടിട്ടില്ലേ? അത് അംഗീകരിക്കലാണ് നല്ലത് എന്ന് നൗഷാദ് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആ ഷെയ്ഖിന്റെ കൂടെ കൂടിയാൽ, ആ ഷെയ്ഖിന്റെ കൈപിടിച്ചാൽ മാത്രമേ ആത്മീയമായി വളരുകയുള്ളൂ എന്നാണ് നൗഷാദ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നൗഷാദിന്റെ ഷെയ്ഖിനെ കുറിച്ച്, നൗഷാദ് അംഗീകരിക്കുന്നവരെ സംബന്ധിച്ച് നൗഷാദിന് പറയേണ്ടതൊക്കെ പറയാം. മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനെ, മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ച് അവർക്ക് പറയാൻ പാടില്ല. ഇത് കേരളമാണ് നൗഷാദ്, ഇത് ഇന്ത്യ രാജ്യമാണ് നൗഷാദ്. അതിന്റെ പുറത്തുള്ളവരൊക്കെ ആത്മീയതയിൽ നിന്ന് പുറത്താണ്. സമസ്തയിൽ നിന്നൊരാൾ പുറത്തുപോയാൽ അവൻ ആത്മീയതക്ക് പുറത്താണ് എന്ന് ഹക്കീം ഉസ്താദ് പറഞ്ഞത് 100% ശരിയാണെന്നതിന് ജീവിക്കുന്ന ഏറ്റവും വലിയ തെളിവാണ്. കോമാട്ടുചാലിൽ അബ്ദുള്ളയും കാട്ടുവളപ്പിൽ നൗഷാദും രണ്ടുപേരും സമസ്തയിലുള്ളപ്പോൾ കളവ് പറഞ്ഞതായി ഞങ്ങൾ കണ്ടിട്ടില്ല. കിതാബുകൾ കട്ടുമുറിച്ച് വായിച്ചതായി ഞങ്ങൾ കേട്ടിട്ടില്ല. ഇമാമിങ്ങളെ പേരിൽ കളവ് പറയുന്നതായി ഞങ്ങൾ കേട്ടിട്ടില്ല. മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന കള്ള ഷെയ്ഖ് കള്ളനാണെന്ന് പറഞ്ഞ ശംസുൽ ഉലമയടക്കം പിഴച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരെ മോശക്കാരായി ചിത്രീകരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. സമസ്തയിൽ നിന്ന് പുറത്തു പോയപ്പോഴാണ് ഞങ്ങളത് കണ്ടത്. സമസ്തയിൽ നിന്ന് പുറത്തു പോയപ്പോഴാണ് ആത്മീയതയിൽ നിന്ന് നീ പുറത്തു പോയത്. അതുകൊണ്ടാണ് ഇത്തരം കള്ളത്തരങ്ങളും പിഴച്ച വാദങ്ങളും നീ പറഞ്ഞിട്ടുള്ളത്. ഇതിലേറെ വലിയ തെളിവ് ഞങ്ങൾക്ക് വേറെ ആവശ്യമില്ല. ബാക്കി കൂടി പറ. സമസ്ത ശൈഖ എന്ന് പറയുമ്പോഴും ഇപ്പറയപ്പെടുന്ന സമസ്ത വ്യാജമാണെന്നാണ് ബഹുഭൂരിപക്ഷം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഷെയ്ഖ് തന്നെ വ്യാജമാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ പൂർണ്ണമായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇവൻ ആത്മീയതയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. കാരണം സമസ്തയിൽ നിന്ന് പുറത്തു പോയത് കൊണ്ട് തന്നെയാണ് വഹാബികളെയും ജമാഅത്തെ ഇസ്ലാമിക്കാരെയും തുടങ്ങി ഏതെല്ലാം പിഴച്ച കക്ഷികളുണ്ടോ
അവരെയൊക്കെ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ വാക്കുകളൊക്കെ വേദവാക്യമായിട്ടാണ് ഇപ്പോൾ ഇവൻ കരുതുന്നത്. അവർ പറയുന്നതാണ് ശരി. താജുൽ ഉലമയും AP ഉസ്താദും ഒരു വ്യാജ സമസ്ത ഉണ്ടാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ AP ഉസ്താദും താജുൽ ഉലമയും വ്യാജന്മാരാണെന്നാണ് ഇവൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാരണം. നൗഷാദ് പറഞ്ഞത്, ഞാൻ AP ഉസ്താദിനെ കുറ്റം പറയണമെങ്കിൽ എനിക്ക് ബുദ്ധി നശിച്ചു പോകണം. ബുദ്ധിയുള്ള കാലത്തോളം ഞാൻ AP ഉസ്താദിനെ ചീത്ത പറയില്ല, കുറ്റം പറയില്ല, ആക്ഷേപിക്കുകയില്ല. ഇപ്പോൾ ഇവൻ പറയുന്നതോ AP ഉസ്താദ് മാത്രമല്ല, താജുൽ ഉലമയും വ്യാജന്മാരാണ്. അവർ വ്യാജ സമസ്തയുണ്ടാക്കിയവരാണ്. അഥവാ ഇവന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ബുദ്ധിയുള്ളവരാരെങ്കിലും ബുദ്ധിയില്ലാത്തവർക്ക് മറുപടി പറഞ്ഞ് സമയം കളയുമോ? അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഇവന് മറുപടി കൊടുക്കാത്തത്. ഇത് പറയുന്ന ഇവന്റെ ഷെയ്ഖ്, ഇവന്റെ ത്വരീഖത്ത് പിഴച്ചതാണെന്ന് ഇരു സമസ്തകളും പറയുന്നു. അതോടൊപ്പം സമസ്താനെ അടക്കമുള്ള മുഴുവൻ സുന്നികളും പറയുന്നു. രണ്ടു കാലിലും മന്തുള്ള ഇവനാണ് മറ്റുള്ളവർക്ക് മന്ദാരോപിക്കുന്നത്. ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. രണ്ട്, സമസ്ത ശൈഖാണ് എങ്കിൽ അവിടെയാണ് നമ്മൾ ശൈഖാണ് എന്നാണല്ലോ പറഞ്ഞത്. സമസ്ത എന്നാണ്ടായത്? സമസ്ത ഉണ്ടായത് 1989 സമസ്ത ഉണ്ടായത് 1989 കരിമ്പൊട്ട. 1989 സമസ്ത പുനർസംഘടിപ്പിച്ചതാണ്. അതുപോലും അറിയാത്ത പൊട്ട. ഒരിക്കലുമല്ല. ഇപ്പൊ 99ാം സ്ഥാപക ദിനമാണ് കഴിഞ്ഞ ജൂൺ 26 സമസ്ത ആഘോഷിച്ചത്. അപ്പൊ 99 വർഷമായി എന്ന് പറഞ്ഞാൽ 89 മുമ്പും സമസ്ത ഉണ്ട്. അപ്പൊ ഇത് നിനക്കറിയാം, എന്നിട്ടാ നീ പൊട്ടത്തരം ചോദിച്ച് 89 ഉണ്ടാക്കിയതാണോ? ഓൻ്റെ ആ മുന്നിലിരിക്കണ മൊയന്തുകളെങ്ങനെ കളിയാക്കണോനെ, അതായിട്ട് നിങ്ങൾക്ക് അറിയണില്ല പാവങ്ങള്. അപ്പൊ സമസ്ത ശൈഖാണല്ലോ. ഏകാംഗ ഖലീഫമാരുടെ കാലം കഴിഞ്ഞു. നിങ്ങൾ നോക്കണം, ഈ വാദത്തിന്റെ അപകടം ഒരു മനുഷ്യനെ എങ്ങോട്ട് സമസ്ത ശൈഖാണ്. അതുകൊണ്ട് തന്നെ സമസ്തയിൽ നിന്ന് പുറത്തുപോയവർ ആത്മീയതയിൽ നിന്ന് പുറത്തുപോയി എന്ന് പറഞ്ഞത് വലിയ അപകടമാണെന്നാണ് ഇവൻ പറഞ്ഞത്. ഇവനെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ തെളിവുദ്ധരിച്ചു. ഇനി മറ്റൊരു തെളിവ് കൂടി തരട്ടെ നൗഷാദെ. മുഹീദ്ദീൻ മാലയിൽ നിന്നാണ് ആ തെളിവുദ്ധരിക്കുന്നത്. ഇത്തിരെ പോരീഷ ഉള്ളൊരു ശൈഖീനെ ഇട്ടേ ചെവിടേക്ക് പോകുന്നു ലോകരെ. അതിനെ തൊട്ട് താഴെ ഒരു വരി, ആഹിറം തന്നെ കോതിയുള്ള ലോകരെ അവരെ മുരീദായി കൊള്ളുവിൻ അപ്പോളെ. നുഷാദ് കേട്ടോ എന്താ പറഞ്ഞത്? ഇത്രയും പോരിഷുള്ള ഒരു ശൈഖിനെ വിട്ട് എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? മറ്റു ശൈഖന്മാരിലേക്കാണോ നിങ്ങൾ പോകുന്നത്? ആഖിറം കൊതിയുള്ളവര് മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദായിക്കോളി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നൗഷാദിന്റെ വാദപ്രകാരം മഹാ അബദ്ധമാണ്. കാരണം വലിയ പോരിശയുള്ള ശൈഖാണ് മുഹീദ്ദീൻ ശൈഖ്. ആ പോരിശയുള്ള ശൈഖിനെ വിട്ട് മറ്റൊരു ശൈഖിനെ തേടി എന്തിനാ പോകുന്നത്? ആഖിറം കൊതിയുള്ളവര് എന്റെ മുരീദായി നിന്നോളൂ, ആഖിറം കൊതിയില്ലാത്തവര് പോയാ മതി മറ്റു ശൈഖിനെ തേടി എന്നാണ് നൗഷാദിന്റെ വാദപ്രകാരം. എന്തൊരബദ്ധാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയ. പൊട്ട ഇതൊന്നും പഠിക്കാതെ ഇതൊന്നും നോക്കാതെ വെറുതെ മടവൂർ ശൈഖിന്റെ പേരും മുഹീദ്ദീൻ ശൈഖിന്റെ പേരും പറഞ്ഞ് ആളുകളെ പ്രേപ്പിക്കാൻ നടക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ബാക്കി കൂടി പറ. നേരത്തെ ഞാൻ തുടക്കത്തിൽ കാന്തപുരം ഉസ്താദിന്റെ പ്രസംഗം കേൾപ്പിച്ചു. അതിലും ഉപരി കൃത്യമായി പറയുന്നുണ്ട്, സൂഫി മശായിഖന്മാരോട് ബന്ധപ്പെടലല്ലാതെ തസവുഫിന് വേറെ മാർഗങ്ങളില്ല. സൂഫി മശായിഖന്മാർ ഖിയാമത്ത് നാൾ വരെ ഉണ്ട്. അവരില്ലാത്തൊരു കാലവുമില്ല. ഏറ്റവും ചുരുങ്ങിയത് വാപ്പയുടെ ക്ലാസ്സെങ്കിലും കേൾക്കേണ്ടിയിരുന്നു മകൻ. അതില്ലാത്തത് കൊണ്ടാണ് എന്തു വന്നത്? ആ കാലം കഴിഞ്ഞുപോയി. അങ്ങനെ ഒരു കാലം കഴിയും. പാപ്പയുടെ ക്ലാസ് ഒക്കെ കേട്ട പുന്നാര മുത്തുമണി തന്നെയാണ് ഹക്കീം ഉസ്താദ്. അതുകൊണ്ടാണ് ഹക്കീം ഉസ്താദ് പറഞ്ഞത് ഏകാംഗ മശായിഖന്മാര്
കൂടിച്ചേർന്നതാണ് സമസ്ത. നിനക്ക് ഏകാംഗം എന്താന്ന് അറിഞ്ഞൂടാ, സമസ്ത എന്താന്ന് അറിഞ്ഞൂടാ, മശായിഖന്മാർ എന്താന്ന് അറിഞ്ഞൂടാത്തതിന് ഹക്കീം ഉസ്താദാണോ ചങ്ങാതി ഉത്തരവാദി? അതൊക്കെ ഒന്നൊന്നര വാക്ക, അതൊന്നും എവിടെയും പിഴക്കൂല ചങ്ങായിയെ. കാരണം അവർക്ക് 40 മശായിഖന്മാരുടെ കാവലുണ്ട്, പൊരുത്തമുണ്ട്. ഖിലാഫത്തിന്റെ കാലം കഴിയില്ല. ഇമാം മഹ്ദിയെ പോലെയുള്ളവരോട് വരാനുണ്ട്. ഇമാം മഹ്ദി തങ്ങൾ വരുന്നത് വരെ അതിന്റെ അപ്പുറം ഈസാ നബി അലൈഹിസ്സലാം വരാനുണ്ട്. അങ്ങനെ മശായിഖന്മാരും ഔലിയാക്കന്മാരും ഇല്ലാത്തൊരു കാലം പടില്ല. കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല. അടവൂർ ശൈഖുനെ പോലെയുള്ള ശൈഖുൽ മശായിഖായി ഖുത്ബുൽ ഔലിയാ ആയി ജീവിച്ച മഹോന്നതർ ഈ അടുത്ത കാലത്തല്ലേ വഫാത്തായി പോയത്. ഇന്നും എത്ര ഉന്നതരായ മശായിഖന്മാരുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും. അവരില്ലാത്ത കാലമില്ല. നീയാണല്ലോ ഇപ്പൊ മടവൂർ ഷെയ്ഖിന്റെ കാലം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞത്, മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ കാലം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞത്. മഹദി ഇമാമ് വരില്ല, ഈസാ നബി അലൈഹി സ്വലാം വരില്ല, വന്നാൽ തന്നെ അവരൊന്നും മഹാന്മാരല്ല എന്ന് ഹക്കീം ഉസ്താദ് എവിടെ പറഞ്ഞു? സമസ്ത എന്ന ഷെയ്ഖിനെ അംഗീകരിക്കാതെ അതിൽ നിന്ന് പുറത്തു ചാടിയപ്പോ പിശാചായി നിന്റെ ഷെയ്ഖ്. അത് കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ കോലത്തിലാകാം. ഇതാണ് പറഞ്ഞത്. ആത്മീയതയിൽ നിന്ന് പുറത്തായപ്പോ പിശാചിന്റെ സ്വഭാവം അകത്തേക്ക് കയറി. അതിന് സമസ്ത എന്ന് പേരിട്ട് നമ്മൾ തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഇനി ഔലിയാക്കന്മാർ ആവശ്യമില്ല, ഇതാണ് ഷെയ്ഖ് സമസ്ത. ഔലിയാക്കൾ ആവശ്യമില്ല ഹക്കീം ഉസ്താദ് എവിടെയും പറഞ്ഞിട്ടില്ല. പിശാചാകുന്ന നിന്റെ ഷെയ്ഖ് നിനക്ക് നിർദ്ദേശിച്ച കള്ളത്തരാണ് നീ ഇപ്പൊ പറഞ്ഞത്. നമ്മൾ 4 ആള് കൂടി ഒരു 4 ആളല്ല ചങ്ങായിയെ, 40 ആള് കൂടി ചേർന്നതാണ് സമസ്ത. സോറി കേട്ടോ, 4 ആള് നീ പറഞ്ഞത് നിന്റെ പൊട്ടന്മാരെ കുറിച്ചാണ് എന്ന് ഞാൻ ഓർത്തില്ല. 3 അടുപ്പും കല്ലും ഒരു ശൈത്താൻ കല്ലും. ഓക്കെ, അത് എനിക്ക് മനസ്സിലായി. കാട്ടുവളപ്പിൽ നൗഷാദ്, സമദ്, തെറിയൂരി കുഞ്ഞാമത്, കോമാട്ടുചാലിൽ അബ്ദുള്ള. ഓക്കെ. അത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കേരളത്തിൽ മാത്രമുള്ള ഒരു സംഭവം, മറ്റു നാടുകളിലൊന്നും ഇല്ലേ. അപ്പൊ ഇവർ ഈ നിർമ്മിച്ചുണ്ടാക്കിയ സമസ്ത എന്ന് പറയുന്ന സംഭവം അപ്പൊ മറ്റു സ്റ്റേറ്റുകളിലുള്ള ആളുകളൊക്കെ എന്താവും? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തനി വഹാബിസാണ് ഇവൻ പറയുന്നത്. സുന്നികളാകുന്ന നമ്മൾ ഔലിയാക്കളെ സംബന്ധിച്ച് പറയുമ്പോ, മൊഹീദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ച് പറയുമ്പോ, CM വലിയുള്ളാഹിയെ സംബന്ധിച്ച് പറയുമ്പോ, അവരുടെ കറാമത്തുകൾ എടുത്തു പറയുമ്പോ, അതുപോലെ മറ്റു പല സംഭവങ്ങളും തെളിവുകളും കൊടുക്കുമ്പോ വഹാബികൾ പറയാറുള്ള എന്താണ്? ലോകത്ത് സമസ്ത മാത്രമേ ഉള്ളൂ, സ്വഹാബാക്കളില്ലേ, അമ്പിയാക്കളില്ലേ എന്ന് വഹാബികൾ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഇവനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ഇവനും വഹാബികളെ പോലെ പുത്തൻ വാദത്തിലേക്ക് കയറിച്ചെന്ന് പിശാചിനെ ഷെയ്ഖാക്കി പിഴച്ചു പോയിരിക്കുന്നു, ആത്മീയതയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. അതുകൊണ്ട് നൗഷാദിനോട് പറയാനുള്ളത്, തൗബ ചെയ്ത് ഉസ്താദുമാരോടൊക്കെ പൊരുത്തപ്പെടിച്ച് സമസ്തയിലേക്ക് കടന്നു വരിക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.